ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കുറച്ചു മുൻപായിരുന്നു കേരളത്തിന്റെ കായിക മന്ത്രി സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതായത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന കേരളത്തിലേക്ക് വരികയാണ്. ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീനയുടെ ദേശീയ ടീം 2 സൗഹൃദ മത്സരങ്ങൾ കേരളത്തിൽ കളിക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം അവസാനത്തിലാണ് മെസ്സിയും സംഘവും കേരളത്തിൽ എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെച്ചുകൊണ്ടായിരിക്കും മത്സരങ്ങൾ നടക്കുക. ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും 2 ടീമുകൾക്കെതിരെയാണ് ഈ സൗഹൃദ മത്സരങ്ങൾ നടക്കുക. ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഉണ്ട്. ഇതിനെ പിന്തുണക്കുന്നവരും എതിർക്കുന്നവരും ഏറെയാണ്. ചെന്നൈയിൻ എഫ്സിയുടെ പരിശീലകനായ ഓവൻ കോയൽ ഈ വിഷയത്തിൽ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അർജന്റീന കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അത് കേരളത്തിന് ഗുണം ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കേരളത്തിലെ ഏതെങ്കിലും പ്രാദേശിക ടീമിനെയോ അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ 18 ടീമിനെയോ അർജന്റീനക്കൊപ്പം ട്രെയിനിങ് നടത്താൻ അനുവദിക്കണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓവൻ കോയൽ പറഞ്ഞത് ഇപ്രകാരമാണ്: അർജന്റീന എത്ര കാലം കേരളത്തിൽ ഉണ്ടാകും എന്ന കാര്യം എനിക്കറിയില്ല. ചുരുങ്ങിയത് 1 ആഴ്ചയെങ്കിലും അവർ ചിലവഴിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ഏതെങ്കിലും പ്രാദേശിക ടീമോ അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ 18 ടീമോ അവരോടൊപ്പം ട്രെയിനിങ് നടത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അവരെ ഏറെ സഹായിക്കും. ഇതാണ് ചെന്നൈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് അർജന്റീന വരുന്നത് കൊണ്ട് കേരള ഫുട്ബോളിന് ഗുണം ഉണ്ടാകണം എന്ന് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതായാലും അർജന്റീന ടീം എന്ന് വരും എന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ല. വലിയ തോതിലുള്ള സാമ്പത്തിക ചിലവ് ഇതിന് ആവശ്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.